വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ. തവനൂരിൽ വിജയമുറപ്പെന്ന് UDF സ്ഥാനാർത്ഥി VS ജോയ്. നിലമ്പൂരിലെ ആര്യാടൻ മുഹമ്മദിന്റെ വീട്ടിലെത്തി ഭാര്യ PV മറിയുമ്മയെ കണ്ട് അനുഗ്രഹം വാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു ജോയ്. തവനൂരിൽ ഇന്ന് വൈകുന്നേരം 4 മണിയോടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കും. 10 വർഷത്തെ പിണറായി സർക്കാരിനെതിരെയുള്ള ജനവിധിയാണ് ഏപ്രിൽ 9-ഉണ്ടാവുക. മലപ്പുറം ജില്ലയിലെ 16 മണ്ഡലങ്ങളിലും UDF വിജയിക്കും. തവനൂരിൽ ഉൾപ്പെടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ വിജയം ഇക്കുറിയും ആവർത്തിക്കും. ജില്ലയിൽ 16 മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികൾ പ്രചരണം ആരംഭിച്ചതായും VS ജോയ് പറഞ്ഞു. ആര്യാടൻ മുഹമ്മദിന്റെ വീട്ടിലെത്തിയ VS ജോയിയെ കുടുംബാംഗങ്ങൾ സ്വീകരിച്ചു. PV മറിയുമ്മയുമായി 10 മിനിറ്റോളം നടത്തിയ സൌഹൃദ സംഭാഷണത്തിന് ശേഷമാണ് ജോയ് തവനൂരിലേക്ക് തിരിച്ചത്. കേരളം മുഴുവൻ പിടിക്കാനുള്ള വലിയൊരു പോരാട്ടമാണ്. കേരളത്തിൽ 10 വർഷക്കാലത്തെ പിണറായി ഭരണത്തിന്റെ ദുരിതം പേറുന്ന ജനങ്ങൾക്ക് ഒരു പുതുയുഗം സമ്മാനിക്കുന്നതിന് വേണ്ടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളൊക്കെ വന്നു കഴിഞ്ഞു. മലപ്പുറം ജില്ലയിൽ 16 സീറ്റിലും സ്ഥാനാർത്ഥികളായി. 16 വിജയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം മലപ്പുറത്ത് UDF വളരെ മുൻകൂട്ടി ആരംഭിച്ചതാണ്. 100-ലധികം സീറ്റുമായി കേരളത്തിൽ UDF അധികാരത്തിൽ വരുമ്പോൾ മലപ്പുറം 100% വിജയം അത് ആര് സ്ഥാനാർത്ഥിയായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്തി. ആ മുന്നേറ്റത്തിന്റെ തുടർച്ചയുണ്ടാവും. ഞാൻ തവനൂരിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട ആര്യാടൻ സാറിന്റെ കുഞ്ഞാത്തെ ഒന്ന് കണ്ട് അനുഗ്രഹം മേടിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. പ്രകാശ് തവനൂരിൽ ജയിക്കാൻ കഴിയുന്ന അന്തരീക്ഷമാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ പഞ്ചായത്തും ഇടതുപക്ഷത്തിന്റെ കോട്ടകളായിരുന്ന പഞ്ചായത്തുകൾ ഉൾപ്പെടെ കാലങ്ങളായി ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയാതിരുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ വലിയ വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ എടക്കര, ചുങ്കത്ര എന്നിവിടങ്ങളിലെത്തി നേതാക്കളെ കണ്ടിരുന്നു. ചുങ്കത്രയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്ന UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെയും കണ്ട് സംസാരിച്ചിരുന്നു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.